എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെന്റ് ചെയ്തു ഇന്നലെ വൈകുന്നേരം 3 മണിയോടെ. അന്നേരം നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് പരാതി പറയുന്ന ഒരു കാര്യം തന്നെയാണ്, സാർ നല്ല രീതിയിൽ മാർക്ക് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, ആ പ്രെഡിക്റ്റ് ചെയ്ത മാർക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിലായിപ്പോയി, സാർ എന്താണ് ചെയ്യുക? നിങ്ങൾക്കിപ്പോൾ റീവാല്യൂഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് മെയ് മാസം 27-ാം തീയതി വരെ നിങ്ങൾക്ക് റീവാല്യൂഷനുള്ള അപേക്ഷ കൊടുക്കാം. അപ്പോൾ അപേക്ഷിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? റീവാല്യൂഷനിൽ മാർക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യും? മാർക്ക് കൂടിയാൽ അടച്ച പൈസ തിരിച്ചു കിട്ടുമോ? മസ്റ്റ് വാച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെന്റ് ചെയ്തു. അപ്പോൾ 3:30 തന്നെ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമായി. നിരവധി വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചുമല്ലാതെ ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ്, സാർ എനിക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വിചാരിച്ചതിനെ കഴിഞ്ഞ് നല്ല മാർക്ക് കുറവാണ് വന്നത്, അല്ലെങ്കിൽ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിലായിപ്പോയി, സാർ എന്താണ് ചെയ്യുക? റീവാല്യൂഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി ഞാൻ കൊടുത്താൽ കാര്യമുണ്ടോ? തീർച്ചയായും ഞാൻ വിദ്യാർത്ഥിയോട് പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, ഈ വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ റീവാല്യുവേഷൻ എന്താണെന്നും ഫോട്ടോ കോപ്പി എന്താണെന്നും സ്ക്രൂട്ടണി എന്താണെന്നും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊരു കണ്ടന്റിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ ആദ്യം ഒന്ന് നിങ്ങൾക്കൊന്ന് ഇതിൻ്റെ ഒരു ബേസ് കിട്ടാൻ വേണ്ടി, നമുക്ക് ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. ആ ബേസിലേക്കൊന്ന് നിങ്ങളെ എത്തിക്കാൻ വേണ്ടി റീവാല്യൂഷൻ എന്താണെന്നും ഫോട്ടോ കോപ്പി എന്താണെന്നും സ്ക്രൂട്ടണി എന്താണെന്നും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. ഇതിനൊക്കെ ഓരോന്നിനും എത്ര തുക നിങ്ങൾ അടയ്ക്കേണ്ടി വരും, ഓരോന്നിലൂടെയും എന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കാം. ആദ്യം റീവാല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത്. പുനർമൂല്യനിർണ്ണയം നടത്തുന്നത് വീണ്ടും ഒരു അധ്യാപകൻ വന്ന് എന്ത് ചെയ്യും? പുതിയൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വന്ന് പേപ്പർ നോക്കും. അതാണ് റീവാല്യൂഷൻ. നിങ്ങളുടെ പേപ്പർ ആദ്യം മുതലേ ഇരുന്ന് പരിശോധിക്കും. ഇതിനായി 500 രൂപ നിങ്ങൾ നൽകണം. ആദ്യം മുതലേ ഒരു അധ്യാപകൻ ഇരുന്ന് പരിശോധിക്കും. ഇനി ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സിലേക്കോ നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അയച്ചു തരും. ഇതിനായി ചിലവ് വരുന്നത് 300 രൂപയാണ്. ഇനി സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. മാർക്കൊന്ന് കൂട്ടി നോക്കുകയാണ് ചെയ്യുന്നത്. 2, 4, 6, 8, 10, 2, 4, 6, 8, 10 എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇത് വിദ്യാഭ്യാസ വകുപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ റീവാല്യുവേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അതിന് കാരണമായിട്ട് പറഞ്ഞത്, റീവാല്യുവേഷൻ ഇപ്പം നിങ്ങൾ കൊടുക്കാൻ 500 രൂപയുണ്ട്. ഈ റീവാല്യുവേഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന സേവനം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ആദ്യം നോക്കിയ അധ്യാപകനല്ല, പുതിയൊരു അധ്യാപകൻ വന്ന് അല്ലെങ്കിൽ പുതിയൊരു അധ്യാപിക വന്ന് നിങ്ങളുടെ പേപ്പർ വീണ്ടും പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 500 രൂപ കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം ഒരു വെറുത്തുള്ള കാര്യം കിട്ടുന്നുണ്ട്. ഫോട്ടോ കോപ്പിക്ക് എന്താണ് പ്രശ്നം? 300 രൂപ നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് നൽകണം. ഈ 300 രൂപ നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് നൽകിയാലോ നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്രസ്സിലേക്കോ വീടിൻ്റെ അഡ്രസ്സിലേക്കോ അവരയച്ചു തരും. അതിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങളുടെ കൈ കിട്ടി. ഇപ്പം നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക്, നിങ്ങൾക്ക് എന്താണ് ഉദാഹരണം പറയണം, 80 മാർക്കിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടി. നിങ്ങൾ ഒരു 50-60 പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ ഫോട്ടോ കോപ്പി കൊടുത്തു, കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടി. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ച 50-55 നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ബട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിശ്ചയിച്ച അധ്യാപകൻ ചെക്ക് ചെയ്തപ്പോൾ 40 ഉള്ളൂ. 50-55 വരുന്നുണ്ട് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകൻ ചെക്ക് ചെയ്തപ്പം. അപ്പം ഈ റിസൾട്ട് എന്ത് ചെയ്യണ്ടേ? ഈ നിങ്ങളുടെ അധ്യാപകൻ നോക്കുമ്പോൾ 50-55 വരുന്നുണ്ട്, എന്നാൽ റിസൾട്ടിൽ 40 ഉള്ളൂ. ആ 50-55 വരുന്നുണ്ട്. അന്നേരം എന്ത് ചെയ്യണം? ഈ 50-55 എന്ത് ചെയ്യണം? നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലേക്ക് ആഡാക്കണോ? സർട്ടിഫിക്കറ്റിലേക്ക് ആഡാക്കണേ എന്ത് ചെയ്യണം? പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിശ്ചയിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വന്ന് വീണ്ടും നിങ്ങളുടെ പേപ്പർ വാല്യൂഷൻ ചെയ്യണം. അത് വാല്യൂഷൻ ചെയ്യണമെങ്കിലോ
വീണ്ടും 500 രൂപ നിങ്ങൾ അടച്ച് നിങ്ങൾ റീവാലുവേഷനായിട്ട് വീണ്ടും അപ്ലൈ ചെയ്യണം. ആദ്യമേ നിങ്ങൾ 300 രൂപ കൊടുത്തിട്ടാണല്ലോ മക്കളെ നിങ്ങളുടെ കയ്യിൽ ഈ ഫോട്ടോ കോപ്പി ലഭിച്ചത്. ആ 300 രൂപ പോയി, ഇനി നിങ്ങൾക്കത് കിട്ടില്ല. നിങ്ങളുടെ പേപ്പർ വീണ്ടും റീവാലുവേഷൻ ചെയ്യാനായി നിങ്ങൾ 500 രൂപ വീണ്ടും അടച്ചു. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് റീഫണ്ട് കിട്ടി. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു 40 മാർക്കുള്ളൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി 40 മാർക്കുള്ളൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എന്ത് ചെയ്തു, ആ കുട്ടിയുടെ അധ്യാപകനെ കൊണ്ട് നോക്കിക്കുമ്പോൾ 50 55 കിട്ടി. അപ്പം എന്ത് ചെയ്തു, 8 മാർക്ക് കൂടിയാൽ നിങ്ങളുടെ എമൗണ്ട് റീഫണ്ടായി. 8 മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ബിഫോർ റീവാലുവേഷൻ, നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നതിന് മുമ്പ് 40 ആയിരുന്നെങ്കിൽ ആഫ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് 48 മാർക്ക്. ആഫ്റ്റർ റീവാലുവേഷൻ മാർക്ക്, അതായത് റീവാലുവേഷന് ശേഷം 48 അതിന് മേലേക്ക് പോകണം. നിലവിലുണ്ടായിരുന്ന 40 റീവാലുവേഷന് ശേഷം 48 അതിന് മേലേക്ക് പോകണം. ആദ്യമുണ്ടായിരുന്ന 40 റീവാലുവേഷന് ശേഷം 48 പോകണം. അതായത് നിലവിൽ എത്ര മാർക്കുണ്ടോ 40 ഉള്ള വിദ്യാർത്ഥിക്ക് 48 അതിന് മേലേക്കോ, 30 ഉള്ളവർക്ക് 38 അതിന് മേലേക്കോ. നിലവിലുള്ളതിനെ കഴിഞ്ഞ് 8 മാർക്ക് കൂടിയാൽ നിങ്ങളുടെ 500 രൂപ റീഫണ്ട് കിട്ടും. എന്നാൽ പിന്നെ ആ വിദ്യാർത്ഥിക്ക് ആദ്യം റീവാലുവേഷൻ കൊടുത്താൽ ഈ ഫോട്ടോ കോപ്പിയുടെ ആവശ്യമില്ലല്ലോ. സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാലും ഇതേ അവസ്ഥ തന്നെ. ഇതേ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്കൊന്ന് കൂട്ടി നോക്കും. ഈ അധ്യാപകർ കൂട്ടിയ മാർക്കിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ? മാർക്ക് കണക്ക് കൂട്ടിയപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നോ? മാർക്ക് കണക്ക് കൂട്ടിയപ്പോൾ എന്തെങ്കിലും കൂട്ടിയപ്പോൾ തെറ്റിപ്പോയോ? 2, 4, 6, 8, 10 2, 4, 6, 8, 10 എന്ന് പറഞ്ഞാൽ കൂട്ടിയപ്പോൾ തെറ്റിപ്പോയോ? അത് മാത്രമാണ് ഈ സ്ക്രൂട്ടണി പരിശോധിക്കുക. ഞാൻ ഇത്രയും നേരം ഈ വീഡിയോയിൽ പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കുന്ന ഫോട്ടോ കോപ്പിയുടെയും സ്ക്രൂട്ടണിയുടെയും അപേക്ഷയുടെ എണ്ണം കുറയ്ക്കാനല്ല. എൻ്റെ വ്യക്തിപരമായ ഈ സ്കറിയ ഫോട്ടോക് യൂട്യൂബ് ചാനലിൻ്റെ ഓണറായ സ്കറിയ ജോണായ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമേ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങളാണ് പൈസ മുടക്കുന്നത്, പ്രിയ വിദ്യാർത്ഥിനികളാണ് പൈസ മുടക്കുന്നത്. അപ്പം റീവാലുവേഷൻ കൊടുക്കണോ, ഫോട്ടോ കോപ്പി കൊടുക്കണോ, സ്ക്രൂട്ടണി കൊടുക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കുന്ന അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് തീരുമാനിക്കാം. കാരണം പണം മുടക്കുന്ന ആരാ? നിങ്ങളാണ്. റീവാലുവേഷൻ കൊടുക്കണോ, ഫോട്ടോ കോപ്പി കൊടുക്കണോ, സ്ക്രൂട്ടണി കൊടുക്കണോ, എന്ത് കൊടുക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. എങ്ങനെ അപേക്ഷിക്കാം? നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷ എഴുതുന്നത്, നിങ്ങളുടെ +2 മെയിൻ എക്സാം എഴുതിയ സ്കൂൾ ഏതാണോ ആ സ്കൂളിൽ ചെന്ന്, നിങ്ങളുടെ +2 മെയിൻ എക്സാം എഴുതിയ സ്കൂളിൽ ചെന്ന് നിങ്ങളുടെ അധ്യാപകർക്ക് എന്ത് ചെയ്യാം, സ്കൂളിലെ അധ്യാപകന് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. നിങ്ങൾ +2ൻ്റെ പരീക്ഷ എഴുതിയ സ്കൂളിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. റീവാലുവേഷനിൽ മാർക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യും? നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റായി ചോദിച്ചൊരു ചോദ്യമാണ്. അത് ഞാനൊരു എക്സാമ്പിൾ സഹിതം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ 40 മാർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ റീവാലുവേഷൻ വന്നപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ 30 മാർക്ക്. നമ്മൾ കൂടാൻ വേണ്ടിയാണ് 500 രൂപ കൊടുത്ത് റീവാലുവേഷൻ പോയത്. അപ്പം നമുക്ക് റിസൾട്ട് വന്നപ്പോൾ വേണ്ട 10 മാർക്ക് കുറവ്. ദൈവമേ, ഇനി ആ 30 മാർക്കാണോ പരിഗണിക്കുക? എനിക്ക് എൻ്റെ 40 കിട്ടുമോ? കിട്ടും, പേടിക്കണ്ട. റീവാലുവേഷനിൽ മാർക്ക് കുറഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല, കൂടിയ മാർക്കായിരിക്കും പരിഗണിക്കുക. അതിപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് പബ്ലിക് എക്സാം റിസൾട്ടിൽ 40, റീവാലുവേഷൻ ചെയ്തപ്പോൾ ഒരു 30 ഉള്ളെങ്കിൽ ആ 30 അവിടെ പരിഗണിക്കില്ല. ആദ്യം ഉണ്ടായിരുന്ന 40 പരിഗണിക്കും. അതുപോലെ തന്നെ മാർക്ക് കൂടിയാൽ അടച്ച പൈസ തിരിച്ചു കിട്ടുമോ? നിങ്ങൾക്ക് 40 ഉണ്ടായിരുന്നു, 48 അതിന് മേലേക്കും ആയാൽ നിങ്ങൾ അടച്ച പൈസ തിരിച്ചു കിട്ടും. അത് നിലവിലുണ്ടായിരുന്നതിനെ കഴിഞ്ഞും 8 മാർക്കോ അതിലധികമോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കൂടണം. എന്നാൽ മാത്രമേ അടച്ച പൈസ തിരിച്ചു കിട്ടുള്ളൂ. മാർക്ക് കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനി അഥവാ 8 മാർക്കിൽ താഴെയാണ് കൂടുന്നതെങ്കിലോ അടച്ച പൈസ തിരിച്ചു കിട്ടില്ല. ബട്ട് നിങ്ങളുടെ ഗ്രേഡ് കൂടും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് 40 ഉണ്ടായിരുന്നു, 45 ആയി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മാർക്ക് അപ്ഡേറ്റ് ആകും. നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ, ഇപ്പോൾ എക്കണോമിക്സ് എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് 40 ഉണ്ടായിരുന്നു 80 മാർക്കിൻ്റെ എക്സാമിൽ. ആഫ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് യു ഹാവ് ഗോട്ട് 45 മാർക്സ്. അത് നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം എന്ത് കിട്ടി? 45 മാർക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് കൂടും. 40 എന്നുള്ള സ്ഥാനത്ത് 45 ആവും. പക്ഷേ എമൗണ്ട് റീഫണ്ട് കിട്ടൂല, 500 രൂപ പോകും. അപ്പം ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കുന്നതിന് മുമ്പ് 40 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ റീവാലുവേഷന് ശേഷം 45 മാർക്കാണ് വന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പൈസ കിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് മാർക്ക് കൂടും. അത് ഗ്രേഡ് കൂടും. 8 മാർക്കിൽ താഴെയാണ് നിങ്ങൾക്ക് കൂടുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് കൂടും, ബട്ട് നിങ്ങളുടെ എമൗണ്ട് കിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് അപേക്ഷ കൊടുക്കുക. എന്തായാലും മെയ് മാസം 27-നാണ്, ഈ 27-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്.
ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മിസ് കരുത ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.